എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്തരം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്? ഇത് ജാതകം നോക്കാൻ വരുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ പൂർവികർ പറയുന്നത് നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പ്രവൃത്തികളുടെ കർമ്മഫലങ്ങളെയാണ് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ്. ഓരോ നാളുകാരുടെയും കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഭരണി നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മതിന്മകൾ ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ഭരണി നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. ചന്ദ്രന്റെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മതിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിൽ ഒന്നാണ് ഭരണി. അതുകൊണ്ട് തന്നെ ഭരണി നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് ചന്ദ്രൻ നക്ഷത്രാധിപനായ രോഹിണി, അത്തം, തിരുവോണം എന്നീ നാളുകളിൽ ജനിച്ചവരാണ്. ചന്ദ്രന്റെ രാശിയായ കർക്കിടകം രാശിയായോ അല്ലെങ്കിൽ ലഗ്നമായോ ജനിച്ചവർ മൂലവും ഭരണി നാളുകാർക്ക് ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നന്മയും തിന്മയുമായ പ്രവൃത്തികൾ മൂലം ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെ ആയിരിക്കും രോഹിണി, അത്തം, തിരുവോണം എന്നീ നാളുകാരും കർക്കിടക രാശി അല്ലെങ്കിൽ ലഗ്നത്തിൽ ജനിച്ചവരും നിങ്ങൾക്ക് നൽകുക. ഇവരായിരിക്കും നിങ്ങൾക്ക് ചുറ്റും അധികമുണ്ടാവുക. അവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോ ആകാം. ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഉപകാരം ചെയ്യുന്നവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ പൂർണ്ണമായി അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പലതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ചന്ദ്രന്റെ കർമ്മദോഷം നിങ്ങൾക്ക് കൂടുതലാണ് എന്ന് ജാതകം നോക്കാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഭരണി നാൾ ജനിച്ച ഒരു വ്യക്തിക്ക് ചെറുപ്പത്തിൽ തന്നെ മാതാവിനെ നഷ്ടപ്പെടുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണം മൂലം മാതാവിനെ പിരിഞ്ഞിരിക്കേണ്ടി വരിക, അതുമല്ലെങ്കിൽ മാതാവിനോട് എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക, മാതാവിൻ്റെ സ്വത്തുക്കൾ സംബന്ധമായി തർക്കങ്ങളും കേസുകളും ഉണ്ടാവുക, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മാനസിക പ്രശ്നങ്ങളോ ആത്മഹത്യാ പ്രവണതയോ ഉണ്ടാവുക, സൈനസ്, ആസ്മ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രന്റെ നക്ഷത്രത്തിൽ ജനിച്ചവർ മൂലം നിങ്ങൾക്ക് കൂടുതലും ദോഷഫലങ്ങളായിരിക്കും ലഭിക്കുക. മറ്റൊരു കാര്യം, നാളുകൾ ഒന്നാണെങ്കിലും ലഗ്നങ്ങൾ വേറെ വേറെ ആയതിനാൽ അവരുടെ സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് ചന്ദ്രന്റെ നാളിൽ ജനിച്ചവരിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലമായി പ്രവർത്തിക്കുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കും. ഭരണി നാളുകാർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളെക്കാൾ മാനസികമായ പ്രശ്നങ്ങളായിരിക്കും കൂടുതലായി അനുഭവിക്കേണ്ടി വരിക. അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവർ ദോഷഫലങ്ങൾ കുറയാനായി തിങ്കളാഴ്ച ദിവസവും വെളുത്തവാവിനും ഗണപതിയെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുകയും പ്രായമായ സ്ത്രീകൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് പണമോ വസ്ത്രമോ അല്ലെങ്കിൽ ഭക്ഷണമോ നൽകി സഹായിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദോഷഫലങ്ങൾ വളരെയധികം കുറയുകയും മനസ്സന്തോഷം അധികരിക്കുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണി നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.